ശരി, നമുക്ക് നോക്കാം. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയാ തന്നിരിക്കുന്നത്? 9, 11, 9, 11, 13 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത്? പറയാവോ? എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വിനയ എടുത്തോ മോളെ. വിനയ്ക്ക് പറയാവോ എന്താ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പറയാവോ? 9, 11, 13 എന്ന് തുടങ്ങുന്ന ഒരു സമാന്തര ശ്രേണി. നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ ശരിക്കും ഇതിനകത്ത്? ഇതിന്റെ ആ, സംഖ്യയോട് 16 ആഡ് ചെയ്യുമ്പോൾ 256 കിട്ടും. അതെ, വെരി ഗുഡ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമ്മൾ സമ്മ് കണ്ടുപിടിച്ചിട്ട് ആ സമ്മിന്റെ കൂടെ നമ്മളൊരു 16 ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് 256 കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര ടേംസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തതെന്നാണ് നമ്മുടെ ചോദ്യം. ചോദ്യം മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എസ് എൻ ഈസ് ഈക്വൽ ടു, പറയാമോ? n/2 ഇൻറ്റു x1 പ്ലസ് xn ആണല്ലോ? ആണോ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നമ്മൾ xn കണ്ടുപിടിക്കുക? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ആണ് അല്ലേ? dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ആദ്യം xn എന്താണെന്ന് കണ്ടുപിടിക്കുക. x1 നമുക്കിവിടെ തന്നിട്ടുണ്ട്. x1 ഈസ് ഈക്വൽ ടു 9 ആണ്. n നമുക്ക് അറിയത്തില്ല. അപ്പൊ n ആയിട്ട് തന്നെ എഴുതാം. xn നിങ്ങൾക്ക് ഇവിടെ ഇത് ഉപയോഗിച്ച് ഇപ്പൊ കണ്ടുപിടിക്കാം. എന്നിട്ട് അത് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ രൂപത്തിൽ കിട്ടും. n സ്ക്വയർ പ്ലസ് 8n അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടും. അത്രയും കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അത്രയും ചെയ്തോളൂ. ഡേഷൻ പേജ് നമ്പർ 87 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ചെയ്ത കാര്യങ്ങൾ സ്ക്രീനിലുണ്ട്, നോക്കിയോളൂ കേട്ടോ. എത്ര ടേംസ് ആഡ് ചെയ്തപ്പോഴാണ് അതിന്റെ കൂടെ 16 ആഡ് ചെയ്തപ്പോഴാണ് 256 കിട്ടിയെന്നുള്ളതാണ് ചോദ്യം. അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക. നമ്മുടെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ ആവശ്യമായ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അതാണ് ചോദ്യം. Did anyone get it? കിട്ടിയോ? സമ്മ് കണ്ടുപിടിച്ചപ്പം എന്നിന്റെ ടേംസിലുള്ള ഒരെണ്ണം കിട്ടിയോ നോക്കിക്കേ.
ഓക്കെ. വിനയ, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഒരു ഇക്വേഷൻ രൂപത്തിൽ കിട്ടുന്നുണ്ടോ? ഡേഷോൺ? 8n plus n square. വെരി ഗുഡ്. 8n ആണ്. ഇവിടെ നോക്കുക, ഞാനിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്. ഡേഷോന്റെ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, n/2 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. x1 നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് 9 ആണെന്ന് കിട്ടും. xn കണ്ടുപിടിച്ചപ്പോൾ dn പ്ലസ് f മൈനസ് d ഉപയോഗിച്ചപ്പോൾ 2n പ്ലസ് 7 കിട്ടി. 2n പ്ലസ് 7 വരെ കിട്ടിയവരൊന്ന് റിപ്ലൈ ചെയ്യാവോ? ഇഫ് യു ഗോട്ട് ഇറ്റ്. Yeah. Alfia Shaji only got it. Alfina. Okay, everyone got it. Very good. സോ നമ്മൾ അത് ഇവിടെ എഴുതി കൊടുക്കുന്നു. ഇനി നോക്കുക, ഇതിനകത്ത് നമുക്ക് 9ഉം 7ഉം കൂടി ആഡ് ചെയ്യാം അല്ലെ. ഇതിനകത്ത് ഈ ബ്രാക്കറ്റിനുള്ളിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. സോ 9 പ്ലസ് 7 ഈസ് 16 പ്ലസ് അഗെയിൻ 2n. ബാക്കിയുള്ളത് 2n ആണ്. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിനെ ഒരു ഇക്വേഷൻ, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇത് ചെയ്യുക. സോ n/2 ഇൻറ്റു 16 ചെയ്തു പ്ലസ് n/2 ഇൻറ്റു 2n. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് പുറത്തുള്ള ഓരോ ടേമിനെയും അകത്തുള്ള ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇവിടെ 2ഉം 16ഉം നമുക്ക് കട്ട് ചെയ്യാം. സോ 8n കിട്ടും. ദെൻ n/2, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2ഉം കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് 8n ആണ്. ഇത് കിട്ടും 8n പ്ലസ് n സ്ക്വയറിന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടി. ഇനി നമ്മളോട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. സമ്മിന്റെ കൂടെ, അപ്പൊ സം നമുക്ക് കിട്ടി കേട്ടോ. 8n പ്ലസ് n സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? 16 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 256 കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതുമ്പോൾ ഒന്ന് വൃത്തിയായിട്ട് എഴുതുമ്പോൾ ആദ്യം സ്ക്വയർ ഉള്ള ഭാഗം എഴുതണം. ദാറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് 8n. അതാണ് നമ്മുടെ സമ്മ്. ഇനി അതിന്റെ കൂടെ എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന 16 ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 256 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ രൂപത്തിലായില്ലേ? നോക്കിക്കേ, ആദ്യത്തെയും അവസാനത്തെയും ടേംസ് എന്താണ് ശരിക്കും? ആദ്യത്തെയും അവസാനത്തെയും ടേംസ് സ്ക്വയർ ആണ്. അപ്പൊ എന്നിന്റെ സ്ക്വയറും അതുപോലെ തന്നെ 4ന്റെ സ്ക്വയറും ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? n പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സമം 256. അങ്ങനെയാണ് n കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പറ്റുമോ നോക്കിക്കേ. ഈ സ്ക്വയർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സ്ക്വയർ റൂട്ട് ആവും. കഴിഞ്ഞ നമ്മൾ ചെയ്തു. ആരോ ലേറ്റ് ആയിട്ട് വന്നിട്ട് കയറാൻ നോക്കുന്നുണ്ട്, കയറ്റിവിടട്ടെ കേട്ടോ. അദ്വൈതേ, ഹലോ അദ്വൈത്, എന്താണ് മോനെ ഇത്ര ലേറ്റ് ആയത്? 15 മിനിറ്റ് ലേറ്റ് ആണല്ലോ. ഏ ശരി, അപ്പൊ ഇവിടെ നോക്കിയോളൂ, n പ്ലസ് 4 സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് n പ്ലസ് 4 സ്ക്വയറിൽ n പ്ലസ് 4 മാത്രം ഇവിടെ നിർത്തുമ്പോൾ ഈ സ്ക്വയർ അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ റൂട്ട് ഓഫ് 256 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 256. സോ ഇഫ് ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 256 എന്ത് വരും? പറയാമോ ആർക്കെങ്കിലും? 256ന്റെ റൂട്ട് എന്താണ്? 20 വരെയുള്ളത് പഠിക്കുക. പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. വേഗം കണ്ടുപിടിച്ചോളൂ. So n plus 4 is equal to 256. Anybody knows it? 256 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്നുള്ളത് അറിയാവോ? അതാണ് റൂട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. 16. ആൽഫിന ജോയ് പെട്ടെന്ന് തന്നെ എഴുതി 16. സോ റൂട്ട് ഓഫ് 250 എന്ന് പറയുമ്പം 16 ആണ്. ഓക്കെ, സോ എന്താണ്? n പ്ലസ് 4 ഈസ് ഈക്വൽ ടു 16 ആണെങ്കിൽ എല്ലാവരും n ഒന്ന് കണ്ടുപിടിച്ച മക്കളെ. നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് ഇപ്പൊ കിട്ടും. എന്നിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ച് കുട്ടികൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. വിനയ, അൽഫോൻസ്, അനുശ്രീ, ഡേഷോൺ, അൽഫിയ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആണ് നിങ്ങളുടെ ആൻസർ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? n is equal to
16 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പൊ നമുക്ക് കിട്ടി ഈ 256 എത്രയാണ്? 12 ടേംസിന്റെ തുകയാണ്. അപ്പൊ നമുക്ക് താഴെ ലാസ്റ്റ് ലൈൻ എഴുതാം. നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതാം. പരിപാടി കഴിഞ്ഞു. ദിസ് ഈസ് ദ ആൻസർ. ഇഫ് യു ഗെറ്റ് ഇറ്റ് പ്ലീസ് ഒരു തംസ് അപ്പ് ഇടുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ. ഇനി എത്രാമത്തെ പേജിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് ഷെയർ ചെയ്യാവോ വിനയ? നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. 92. ഓക്കെ. ശരി. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഒരു ടോപ്പിക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. സ്ക്വയർ കംപ്ലീഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എല്ലാവരും കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിഡ് യു കംപ്ലീറ്റ്? ലാസ്റ്റ് കയറിയതൊക്കെ കംപ്ലീറ്റ് ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയുണ്ട് കണക്ക്. ഇത്രയും ചെയ്യാനുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ദ ഫുൾ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കയറിയൊരു ജസ്റ്റ് ആ ഭാഗം ഒന്നുകൂടി കണ്ടാൽ മതി കേട്ടോ. ഞാൻ ഇട്ടേക്കാം, ലിങ്ക് ഇട്ടേക്കാം. ദിസ് ഈസ് ദ ആൻസർ ആക്ച്വലി. ദിസ് മച്ച് ഓൺലി. ഓക്കെ. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചോ മക്കളെ? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്താന്നുള്ളത്? വട്ട് യു മീൻ ബൈ സ്ക്വയർ കംപ്ലീഷൻ? പഠിച്ചിട്ടില്ല. ഇത്ര എത്തിയിട്ടില്ല അല്ലേ? ഓക്കെ. സോ ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെയൊക്കെ മക്കൾ നോക്കി എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ശരിക്കും n എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. അതിന്റെ കാരണം എന്താ? നമുക്ക് ഇവിടെ 16 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉള്ളത് കൊണ്ടാ അല്ലേ? അപ്പൊ ആ 16 കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ളൂ. ഇപ്പൊ 16 ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കിത് a പ്ലസ് ബി. ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ നന്നായിട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഈ ചാപ്റ്ററിലെ. a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റിയത് എന്തുകൊണ്ടാ? അങ്ങനെ എഴുതണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും സ്ക്വയേഴ്സ് പൂർണ്ണ വർഗ്ഗങ്ങളായിരിക്കണം. പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പൊ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്. എന്നിന്റെ സ്ക്വയർ n സ്ക്വയർ ആണ്. 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നായിരുന്നു അവരൊരു 16 ആഡ് ചെയ്യണമെന്ന്. കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ഈസി ആയിട്ട് സ്ക്വയർ റൂട്ട് കണ്ടിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഈ 16 ഇല്ലായിരുന്നെ നമ്മൾ എന്ത് ചെയ്തേനെ? നമുക്ക് ഇതിനെ ഈ രീതിയിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ രൂപത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഏതായാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു രൂപത്തിലേക്ക്, ഒരു ഐഡന്റിറ്റിയുടെ രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റണം. അപ്പൊ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചാണ് എന്താണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞുതരാം. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. n സ്ക്വയർ പ്ലസ് 8n ദാറ്റ് ഈസ് ഈക്വൽ ടു 240. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിലുള്ളതെന്ന് വിചാരിക്കുക. സപ്പോസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പം ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പൂർണ്ണ വർഗ്ഗമാക്കി മാറ്റണം. നമുക്ക് അഡീഷണലി 16 ഒന്നും അവർ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അത് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിന്റെ പ്രത്യേകതയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന n ഉണ്ടല്ലോ, അതായത് രണ്ടാമത്തെ ടേമിൽ വരുന്ന n, 8n എഴുതിയിട്ടുണ്ട്. n-ന്റെ കോഎഫിഷ്യന്റ് ആണ് 8. ഗുണോത്തരം എന്ന് പറയും മലയാളത്തിൽ. 8. 8ന്റെ പകുതി എത്രയാണ്? 4. അപ്പൊ ആ 4ന്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് സ്ഥലത്തും ചേർത്ത് കൊടുക്കുക. n സ്ക്വയർ പ്ലസ് 8n അങ്ങനെ തന്നെ എഴുതുക. 8ന്റെ പകുതി 4, അതിന്റെ സ്ക്വയർ കാണുക. അത് എത്രയാണ്? 16. നീ കേട്ടില്ലായിരുന്നോ? റേഞ്ച് കട്ടായോ? ഇങ്ങനെ കട്ടായി പോവാ. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 എന്നുള്ള ടേം നമുക്ക് അത്രയും 16 എന്നുള്ള ഒരു പൂർണ്ണ വർഗ്ഗം ഇവിടെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റിയത്. ഈവൻ ഇഫ് നമുക്ക് ഇത് കിട്ടുന്നില്ല, നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ മൂന്നാമത്തെ ടേം ഉണ്ടായിരിക്കില്ല.
അപ്പൊ നമ്മൾ ഒരു ടേം പൂർണ്ണവർഗം ആഡ് ചെയ്ത് കൊടുക്കണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ആ മെത്തേഡിനാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ടേം നോക്കുക. രണ്ടാമത്തെ ടേം 8n ആണ്. അപ്പം n-ന്റെ കോഎഫിഷ്യന്റ് ആണ് 8. 8ന്റെ പകുതി കാണുക. 4 ആണ്. അതിന്റെ സ്ക്വയർ കാണുക. അത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അത് രണ്ട് സ്ഥലത്തും ആഡ് ചെയ്ത് കൊടുക്കുക. സമത്തിന്റെ ലെഫ്റ്റും റൈറ്റിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സമത്തിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 240 ആണ്. ഇവിടെ 8n വരെ ഉള്ളൂ. അപ്പം 8n-ന്റെ കൂടെ ഞാൻ 16 ആഡ് ചെയ്ത് കൊടുത്തു. ഈ ഇക്വേഷന് വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ രണ്ട് സൈഡിലും ബോത്ത് സൈഡ്സ് വി ഹാവ് ടു ആഡ് 16 ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി നോക്കൂ. n² പ്ലസ് 8n പ്ലസ് 16 is equal to എത്ര കിട്ടി? 240 പ്ലസ് 16 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 256 കിട്ടും. അപ്പൊ ഇത് 256-ന് നമുക്കറിയാം 16 ആണ് സ്ക്വയർ റൂട്ട്. 16 നമുക്ക് 4ന്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതിന് n+4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 256. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 16ന്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഈസി ആയിട്ട് n+4 ഈസ് ഈക്വൽ ടു 16 എന്ന് എഴുതാം. ആ രീതിയിൽ ചെയ്യാം. രണ്ട് സ്ഥലത്തും സ്ക്വയർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എളുപ്പമാണ്. സ്ക്വയറും സ്ക്വയറും ക്യാൻസൽ ആയി പോകും. Then n+4 is equal to 16. So n is equal to, oh my God, where it has gone. One second, yes, it has gone somewhere else. Okay, I'll write over here. Okay. അപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടി. എത്രയാണ് കിട്ടിയത്? n² പ്ലസ് 8n പ്ലസ് 16 ഈസ് ഈക്വൽ ടു 256 എന്ന് തന്നെ കിട്ടി. അപ്പൊ ഇതിനെ നമ്മൾ വർഗമാക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? അല്ലെങ്കിൽ സ്ക്വയർ ആക്കി എഴുതി n² പ്ലസ് 8n പ്ലസ് 4² എന്ന് എഴുതാം. ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്ത് എഴുതിയാൽ 16 സ്ക്വയർ എന്ന് എഴുതാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ n+4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈക്വൽസ് 16 സ്ക്വയർ. രണ്ട് സ്ഥലത്തും ഒരുപോലെ സ്ക്വയർ നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ വി വിൽ ഗെറ്റ് n+4 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 16 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അന്നേരം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്താണ് വർഗം തികയ്ക്കൽ അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ടാമത്തെ ടേം നോക്കുക. അതിന്റെ കോഎഫിഷ്യന്റ് നേർ പകുതി കാണുക. അതിന്റെ സ്ക്വയർ രണ്ട് സ്ഥലത്തും ആഡ് ചെയ്ത് കൊടുക്കുക. ഇക്വേഷന്റെ ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കൊരു സ്ക്വയർ ഇതുപോലെ കിട്ടത്തക്ക രീതിയിലുള്ള ഇക്വേഷൻ ആയിട്ടത് മാറും. ദെൻ വി ക്യാൻ ഗോ ടു ദ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? 92-ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി ചെയ്യാനുള്ളത്. നമുക്ക് അത് ചെയ്യാം. Did all of you get it? 92 പേജ് എടുത്തോ? Okay. So, Advait, could you please read out that question? First question in 92. Please read it. An isosceles triangle like the one shown below must to made. The height must be to 2 meter less than the base and the area should be 12 square meter. What should be the length of the side of the triangle? Okay, thank you. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ പറയണേ? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? പറഞ്ഞോളൂ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by an isosceles triangle? ആർക്ക് പറയാം? What do you mean by an isosceles triangle? പറയാവോ? അറിയില്ല ആർക്കും? ഓ, അത് ഭയങ്കരമായി പോലെ. 10ാം ക്ലാസ് വരെ എത്തിയിട്ട് എന്താണ് ഐസോസെലസ് എന്ന് അറിയത്തില്ലേ? എന്താണ് പിന്നെ ഐസോസെലസ് ട്രയാങ്കിൾ? What do you mean by that? രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ളത്. അത് തന്നെ, ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ ഐസോസെലസ് എന്ന് പറയും. അപ്പൊ 3 വശങ്ങളും തുല്യമാണെങ്കിലോ?
എന്ത് പറയും? അത് അറിയത്തില്ലേ? ഞാൻ ചോദിക്കാത്തോണ്ടായിരിക്കും. ശരി. അത് തന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഐസോസെലസ് ആണ്. അപ്പൊ ഏതെങ്കിലും 2 വശങ്ങൾ ഒരുപോലെ ആയിട്ടുള്ള ഒരു ചോദ്യം. ഒരു ചിത്രം നിങ്ങൾ വരയ്ക്കണം. ചിത്രം അവിടെ തന്നിട്ടുണ്ട്. ആദ്യം ചിത്രം തന്നെ നമുക്ക് വരയ്ക്കാം. നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? അത് വരച്ചിട്ടുണ്ട്. അവർ ചില കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റുന്നത്. ഹൈറ്റ് മസ്റ്റ് ബി 2 മീറ്റേഴ്സ് ലെസ് ദാൻ ദ ബേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ട്രയാങ്കിളിൽ ബേസ് ഉണ്ട്. ആ ബേസിന്റെ ലെങ്തിനെ കഴിഞ്ഞും ഹൈറ്റ് എത്രയായിരിക്കണം? 2 മീറ്റർ ലെസ് ആയിരിക്കണം. കുറച്ചായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഏരിയ ഷുഡ് ബി 2 സ്ക്വയർ മീറ്റേഴ്സ് എന്നാ പറഞ്ഞത്. അപ്പൊ മൊത്തം ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എത്ര കിട്ടും? 2 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ പറയപ്പെടുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഡ്രോ ദ പിക്ചർ ഓൾസോ. ഒരു ജസ്റ്റ് ഇതുപോലെയുള്ള ഒരു നല്ല വൃത്തിയായിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. ഡു ഇറ്റ് ഫാസ്റ്റ്. കഴിയുമ്പോൾ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരു തംസ് അപ്പ് ഇടുക. ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, വരച്ചല്ലേ? ക്വസ്റ്റ്യൻ ചിത്രം വരച്ചോ? ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം. കഴിയാത്തവരുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും ട്രയാങ്കിള്. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് നോക്കുക. ഹൈറ്റ്, ബേസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ ബേസ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയാണെന്നോ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നേ? 2 കുറയ്ക്കുക അല്ലേ? ഹൈറ്റിൽ നിന്ന് 2 കുറയ്ക്കണം എന്നുണ്ട്. സോ വി ഹാവ് ടേക്കൺ ഇറ്റ് ആസ് എക്സ് മൈനസ് 2. ഇത്രയും മനസ്സിലായോ? ബേസ് എക്സ് എന്ന് എടുത്തു. നമുക്കറിയില്ല ബേസ് എത്രയാണെന്ന് അറിയില്ല, ഹൈറ്റ് എത്ര, ഇതൊന്നും അറിയത്തില്ല. അവർ ചില കണ്ടീഷൻസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ എക്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യാണ് ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള കാര്യങ്ങൾ. ബേസ് എക്സ് എടുക്കുന്നു, ഹൈറ്റ് ഉയരം എക്സ് മൈനസ് 2 എടുക്കുന്നു, ഏരിയ നമുക്ക് അവർ തന്നിട്ടുണ്ട് 12 മീറ്റർ സ്ക്വയർ. അത്തരം കാര്യങ്ങൾ എഴുതി ചിത്രം വരച്ചു. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. പിന്നെ നമ്മൾ എന്ത് എഴുതണം? നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എഴുതണം. എന്താണ് മക്കളെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നിങ്ങൾക്ക് അറിയാമല്ലോ. ഏരിയ ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ഏതും ആയിക്കൊള്ളിട്ട് നമുക്ക് ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് 12 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഹാഫ് ഇൻറ്റു, നമുക്ക് ഇവിടെ ബേസിന് പകരം നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ഓവർ ഹിയർ എക്സ്, ദെൻ ഇൻറ്റു
എക്സ് മൈനസ് ടു. എന്തുകൊണ്ട് എക്സ് മൈനസ് ടു എടുത്തത്? അതാണ് ഹൈറ്റ്. ദാറ്റ് ഗീവ്സ് 12. അപ്പൊ അതിന്റെ ആൻസർ എത്ര തന്നുകൊണ്ട് അത് നമ്മൾ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഈ ഹാഫ് ഇവിടെ ഉണ്ടല്ലോ, ബൈ 2 അല്ലേ, ആ 2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ ഡിവിഷൻ ആയത് സമത്തിന്റെ റൈറ്റ് സൈഡിൽ പോയപ്പോ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ആയി. സോ 12 into 2 കിട്ടി. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ കിട്ടി. ദെൻ എക്സ് മൈനസ് 2x കിട്ടി. ദാറ്റ് ഈക്വൽസ് 12 into 2, 24 കിട്ടി. ഇപ്പൊ നമ്മൾ കണ്ടോ, നമുക്ക് ഇതിനകത്ത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ടിൽ ഹിയർ? ഓക്കെ, വെരി ഗുഡ്. ആദിത്യന്, അനുശ്രീ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യാം നമ്മൾ ഇനി? ഇതിന്റെ ബാക്കി മക്കൾക്ക് ചെയ്യാവോ? നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ നേരത്തെ n ആയിരുന്നു, ഇവിടെ രണ്ടാമത്തെ ടേം 2x ആണ്. മൈനസ് നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മൈനസ് പരിഗണിച്ചാലും ഇല്ലെങ്കിലും സ്ക്വയർ കാണുമ്പോൾ അത് പോസിറ്റീവ് ആയി പൊക്കോളും. എക്സിന്റെ കൂടെയുള്ള നമ്പർ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്താൽ അത് 2 ആണുള്ളത്. നിങ്ങൾക്കൊന്ന് സ്ക്വയർ കംപ്ലീഷൻ ഒന്ന് ട്രൈ ചെയ്യാവോ? എന്നിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ഒരു 2 minutes ഞാൻ തരാം. മിടുക്കന്മാരോ മിടുക്കുകളോ ഉണ്ടെങ്കിൽ ഇതിന്റെ എക്സിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. യു ക്യാൻ യൂസ് ഓവർ ഹിയർ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. മോളെ, ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നീ അത് കറക്റ്റ് ആയിട്ട് കാണണം കേട്ടോ, മുഴുവനും. വളരെ ഇമ്പോർട്ടന്റ് ആയ പോർഷൻ ആണ് അത് ആ ചാപ്റ്ററിലെ. നിങ്ങൾ കുറച്ച് പേരും കൂടി ജൂലൈയിൽ ഫീസ് അടയ്ക്കാനുണ്ട്. അപ്പൊ അതൊന്ന് അടച്ചേക്കാവോ? ഗൂഗിൾ പേ നമ്പറിൽ ചെയ്താലും മതി. അതല്ലെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ കൊണ്ടുവന്നാലും മതി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചു പറയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതിയെ പേഴ്സണലി. ഓക്കെ, കിട്ടിയോ ആർക്കെങ്കിലും? നോക്കട്ടെ, അറിയാവോ കിട്ടിയെങ്കില്? ഉം, ആർക്കും കിട്ടിയില്ലേ? അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. ഹെൽപ്പ് വേണോ? ഹെൽപ്പ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ ഹെൽപ്പ് തരാം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? എന്ത് ആഡ് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? വിനയ, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? അനുശ്രീ, ആൽഫിയ, ആൽഫീന, ആദിത്യൻ. യെസ്, വെരി ഗുഡ്. അദ്വൈതിന് ആൻസർ കിട്ടിയല്ലോ. അദ്വൈതിന് 2 ആൻസറും കിട്ടിയല്ലോ. മിടുക്കനാണല്ലോ, കൊള്ളാം, വെരി ഗുഡ്, വെൽ ഡൺ. 2 ആൻസർ നീ കണ്ടുപിടിച്ചു, മിടുക്കനാ, കൊള്ളാം. അപ്പൊ മക്കൾ ഇവിടെ നോക്കിയോളൂ, കിട്ടാത്തവരെ നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുക, നമുക്കിവിടെ എത്രയാ? 2ന്റെ പകുതി എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പൊ 1ന്റെ സ്ക്വയർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. 2ന്റെ ഹാഫ് എത്രയാണ്? 1 ആണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. സോ എക്സ് സ്ക്വയർ മൈനസ് 2x
പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു 24 പ്ലസ് 1 സ്ക്വയർ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്ന് വരും. ഇത്രയും കിട്ടിയായിരുന്നോ? അത്രയൊക്കെ കിട്ടിയില്ലേ? ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫൈനലിലേക്ക് പോകുമ്പം ഇത്രയും കിട്ടിയെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കുക. ഇത് ഏത് ഇക്വേഷന്റെ രൂപത്തിലാ? എ മൈനസ് ബി യുടെ രൂപത്തിലല്ലേ? മൈനസ് അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന സൈൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, 1 സ്ക്വയറിൻ്റെത് 1. സോ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം ശരിക്കും? ഒന്നിൽ നിങ്ങൾക്ക് 5 സ്ക്വയർ എന്ന് എഴുതാം, 25 നമുക്ക് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ 25 എന്ന് തന്നെ എഴുതിക്കോളൂ. എന്നിട്ട് ഈ സ്ക്വയർ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് കിട്ടും? എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 എന്ന് കിട്ടും. സോ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി ആൻസർ? 5 എന്ന് കിട്ടി. സോ എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 1 ദാറ്റ് ഗീവ്സ് 6 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ബേസ് എത്രയാണെന്ന് കിട്ടിയില്ലേ? ബേസ് എത്രയാണ്? 6. നോക്കിക്കോളൂ, നിങ്ങളുടെ ആൻസറിൽ നോക്കിക്കോളൂ. നമ്മൾ ആദ്യം എഴുതിയപ്പോ ബേസ് എന്തായിട്ടാണ് എടുത്തത്? 6 ആയിട്ടായിരുന്നു എടുത്തത് അല്ലേ? നോക്കിക്കോളൂ, കണ്ടോ? നമ്മുടെ ചിത്രത്തിൽ നമ്മൾ ബേസ് എടുത്ത് എത്രയായിട്ടാണ്? 6 ആയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? അപ്പൊ ബാക്കി നമുക്ക് ഇവിടെ ചെയ്യാം. സോ ഹൈറ്റ് നമുക്ക് ബേസ് കിട്ടി അല്ലെ? ബേസ് ഈസ് ഈക്വൽ ടു എത്രന്ന് കിട്ടി? 6 മീറ്റർ എന്ന് കിട്ടി. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഹൈറ്റ് വേണം അല്ലെ? ഹൈറ്റ് കിട്ടിയവരുണ്ടോ? ഹൈറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഹൈറ്റിന് നമ്മൾ ഓൾറെഡി എഴുതിയായിരുന്നു. വെരി ഗുഡ്, കിട്ടിയവരുണ്ട്. എക്സ് മൈനസ് 2 എന്നല്ലേ? എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? എക്സ് 6 ആണ്. സോ 6 മൈനസ് 2 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാനുണ്ട്. എന്താ കണ്ടുപിടിക്കണം? ഇപ്പൊ എത്രയൊക്കെയായി? നമ്മൾ അവർ ചോദിച്ച പോലെ നമുക്ക് ബേസ് കിട്ടി, ഹൈറ്റ് കിട്ടി. പക്ഷേ ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഐസോസെലസ് ആയിട്ട് വരുന്ന 2 സൈഡ്സ് അറിയില്ല അല്ലേ? സോ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. എങ്ങനെ കണ്ടുപിടിക്കും? എന്തെങ്കിലും മെത്തേഡ് ഓർമ്മയുണ്ടോ? നമ്മൾ ഈ ട്രയാങ്കിളിനെ നടുക്കോടെ ഹൈറ്റ് എന്നുള്ള പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞപ്പോൾ ഇത് 2 റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് മാറി. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചായിരുന്നോ? സോ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് 2 സൈഡിന്റെ ലെങ്ത് അറിയാമെങ്കിൽ മൂന്നാമത്തത് കണ്ടുപിടിക്കാം. 2 സൈഡിന്റെ ലെങ്ത് കിട്ടുമോ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മളിപ്പോ ഇങ്ങനെ പരിഗണിക്കുന്നെങ്കിൽ ഇത് മൊത്തം ബേസ് 6 ആണ്. അപ്പൊ ഇതിന്റെ പകുതി എത്ര വരും? ഇവിടെ ഒരെണ്ണം 3 വരും. ഹൈറ്റ് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഹൈറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചത് 4 ആയിരുന്നു. അപ്പൊ 3ഉം 4ഉം ആണെങ്കിൽ ഇതല്ലേ സൈഡ് വരിക അല്ലേ? അപ്പൊ നമ്മൾ ഇതിപ്പോ ഇതിനെ ഇങ്ങനെ എ ബി സി എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. സപ്പോസ് എ ബി സി, ഞാൻ അതിനിവിടെ മാറ്റി വരയ്ക്കുകയാണ്. എ ബി സി എന്നുള്ളത് ഇവിടെ മാറ്റി വരച്ചു. അപ്പൊ നമുക്ക് ഒരു സൈഡും കൂടി ആ സൈഡ് കണ്ടുപിടിച്ച അപ്പുറ സൈഡും അത് തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ അതും കൂടി കണ്ടുപിടിച്ച ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ആകും. ഇവിടെ നമുക്ക് 4 ആണ്, ഇവിടെ 3 ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഇഫ് ഇറ്റ് ഈസ് എ ബി ആൻഡ് സി, വാട്ട് ഈസ് എ സി? ക്യാൻ യു ഫൈൻഡ് ഇറ്റ്? ഡു ഇറ്റ്. എ സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പൈതഗോറസ്. യു ക്യാൻ യൂസ് പൈതഗോറസ് തിയറം. എന്നിട്ടൊന്ന് ഷെയർ ചെയ്യൂ നോക്കട്ടെ. എടുക്കൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. പെട്ടെന്നായിക്കോട്ടെ. ആൽഫിയ, ഡെയ്ഷോൺ, ഡെയ്ഷോൺ ഇപ്പൊ കിട്ടിക്കാണുമല്ലോ. പൈതഗോറസ് തിയറം നീ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചോണ്ടിരുന്നതാണല്ലോ. യെസ്, ഐ നോ. വെരി ഗുഡ്. അദ്വൈതിന് കിട്ടി, ഡെയ്ഷോണിന് കിട്ടി, ബിനയ്ക്ക് കിട്ടി ആൻസർ, ആൽഫിയക്ക് കിട്ടി. കുറച്ച് പേർ കൂടെ ഉണ്ട്, അവർക്ക് കൂടി കിട്ടട്ടെ. അപ്പൊ മക്കളെ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യനുള്ള എല്ലാ ആൻസേഴ്സും ആയില്ലേ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞവർ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും തന്നെ കിട്ടിയില്ലേ? എങ്ങനെയാ ചെയ്യാ? വെരി ഗുഡ്. അൽഫോൻസിനും കിട്ടിയിട്ടുണ്ട് റൂട്ട് ഓഫ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്, ഹോസ്പിറ്റലൊക്കെ പോയപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തിടുകയാണ്. റൂട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കാണാൻ വേണ്ടി റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അല്ലെങ്കിൽ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എഴുതാം. അപ്പൊ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 16 പ്ലസ് 9 എന്ന് കിട്ടും. സോ റൂട്ട് 25 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടി?
5 കിട്ടി. അപ്പൊ നമുക്ക് 3 സൈഡ്സ് ഏതൊക്കെയാണ് പറഞ്ഞോളൂ. 3 സൈഡ്സ് ഏതൊക്കെയാ? അവരെല്ലാ സൈഡ്സും ചോദിച്ചായിരുന്നു. 3 സൈഡ്സ് ആർ, നിങ്ങൾക്ക് എഴുതാം. എത്ര എഴുതാം? 5,5. ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? രണ്ട് സൈഡ് ഒരുപോലെ ആയിരിക്കും. അപ്പം ഈ രണ്ട് സൈഡ് എ സി പിന്നെ ഇവിടെ വരുന്ന ഈ സൈഡ് നമുക്ക് 5,5. ബേസ് എത്ര എഴുതാം? 6 എഴുതാം. ഹൈറ്റ് പിന്നെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് 4 ആണെന്നുള്ളത്. ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ച് ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റൻ ഈസ് ഓക്കെ. ഓക്കെ, എല്ലാവർക്കും തരും. വെരി ഗുഡ്. So we can go to the second question, please. Write it. ക്വസ്റ്റൻ എഴുതി കഴിയുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞല്ലേ? ആൽഫിയ ഷാജിക്ക് ക്വസ്റ്റൻ ഒന്ന് വായിക്കാവോ മോളെ? One side of a right triangle is 1 centimeter shorter than twice the side perpendicular to it, and the hypotenuse is 1 centimeter longer than twice the length of this side. What are the lengths of this side? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇവിടെ ഒരു മട്ടത്രികോണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പം ഒരു സൈഡ് 1 സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് 1 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ട്വൈസ് ദ ലെങ്ത് ഓഫ് ദിസ് സൈഡ്. ട്വൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ 2x, ത്രൈസ് എന്ന് പറയുമ്പോൾ 3x, കുറയ്ക്കാന്ന് പറയുമ്പോൾ അതിനകത്ത് മൈനസ് ചെയ്യാം. ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം തന്നെ ഉപയോഗിക്കാം. റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നന്നായിട്ട് ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ, ഇത് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യാം. ഓരോ സൈഡുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ ചിത്രം ഒന്ന് വരച്ച് ഒരു മട്ടത്രികോണത്തിന്റെ ചിത്രം വരച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം. അപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ചിത്രം തന്നിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾ ആ ഹൈറ്റ് വരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് മട്ടത്രികോണങ്ങളായിട്ടായിരുന്നു നമ്മൾ ഭാഗിച്ചു. അതിൽ ഒരു ട്രയാങ്കിൾ എടുത്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് 5 എന്നുള്ള ആൻസർ കണ്ടുപിടിച്ചത്. അപ്പൊ അതുപോലെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ അത് വായിച്ചിട്ട് എന്ത് ചെയ്യണം? ചിത്രം തനിച്ച് വരയ്ക്കണം. ഇവിടെ വരച്ച ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. അതിനുശേഷം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പഠിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം, ബാക്കി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയോളൂ. അവർ പറഞ്ഞ പോലെയുള്ള ഒരു മട്ടത്രികോണം വരച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ എന്താ നോക്കുക. ഇനി ക്വസ്റ്റ്യൻ നന്നായിട്ട് ഒന്നുകൂടി വായിക്കുക. വൺ സൈഡ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 1 സെന്റിമീറ്റർ ഷോർട്ടർ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നർത്ഥം. ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് എന്നാണ്. ഒരു സൈഡ് നമ്മൾ എന്തായാലും എക്സ് എന്ന് എടുക്കണം. അപ്പൊ നമുക്ക് ഇത് താഴെയുള്ളത് ഒരെണ്ണം എക്സ് എടുക്കാം. എന്നാലാണല്ലോ അതിനെപ്പറ്റി മറ്റു രീതിയിൽ നമുക്ക് ഇതിപ്പോൾ പറഞ്ഞ പോലെ എഴുതാം. ടോയ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരെണ്ണം ഏതെങ്കിലും എക്സ് എടുക്കണല്ലോ. അപ്പൊ നമുക്കിവിടെ ബേസ് എക്സ് ആയിട്ട് എടുക്കാം. എന്നിട്ട് പറയാണ് വേറൊരു സൈഡ് എത്രയാണ്? ആ സൈഡിന്റെ, അതായത് ഈ ബേസ് ആയ സൈഡിന്റെ ടോയ്സിൽ നിന്ന് 1 ഷോർട്ടർ ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2x-1. അടുത്ത സൈഡിന്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാട്ടോ. ഞാൻ വായിക്കും, എന്നോടൊപ്പം നിങ്ങളും വായിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ.
ആൻഡ് ദ ഹൈപ്പോട്ന്യൂസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈസ് 1 സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ട്വൈസ് ദ ലെങ്ത് ഓഫ് ദിസ് സൈഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ആണോ നോക്കിക്കേ. സോറി, ഷോർട്ടർ അല്ല, ലോങ്ങർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോങ്ങർ ദാൻ ദ ട്വൈസ്. അപ്പൊ ലോങ്ങർ എന്ന് കണ്ടാൽ പ്ലസ് ചെയ്യുക എന്നും ഷോർട്ടർ എന്ന് കണ്ടാൽ മൈനസ് ചെയ്യുക എന്നും മനസ്സിലാക്കുക. ട്വൈസ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടും 2x ആണ് എടുക്കേണ്ടത്. അപ്പൊ ഈ 3 സൈഡും എക്സും 2x - 1ഉം 2x + 1ഉം വന്നത് മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ മക്കളെ. സൈഡ് വന്നത് എങ്ങനെയാന്ന്. ഓക്കെ, യു ഗോട്ട് ഇറ്റ്, വെരി ഗുഡ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചിത്രം വരച്ച് എഴുതുന്ന കാര്യങ്ങളും നിങ്ങൾ അവിടെ എഴുതി. എക്സ് മാത്രമല്ല, വൈയോ എന്ത് വേണേലും എടുക്കാം. നമ്മൾ ഇവിടെ എക്സ് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എഴുതുക ബേസ് ഈസ് ഈക്വൽ ടു എക്സ്, ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 2x - 1. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഓൾട്ടിറ്റ്യൂഡ് 2x - 1 എന്നുള്ളത് ഞാൻ ഹൈപ്പോട്ന്യൂസിന്റെ അവിടെ എഴുതിയ വല്ല കുഴപ്പമുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാമല്ലോ. അപ്പൊ ഈ 2x - 1 ഹൈപ്പോട്ന്യൂസിലും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് 2x + 1 എഴുതിയ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ പിന്നെ? നമുക്ക് ഫൈനലി ചെയ്യുമ്പോൾ സെയിം ആൻസർ കിട്ടുമോ? അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ചിലപ്പോൾ പിള്ളേർ എഴുതുമ്പോൾ മാറിപ്പോവും. അത് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനാ ചോദിക്കണേ. ഒരു കുഴപ്പമില്ലേ? അങ്ങനെ എഴുതാമോ? അദ്വൈത് പറയാണ് എഴുതാന്നാണോ പറയുന്നേ? അദ്വൈതെ ഒന്നും അൺമ്യൂട്ട് ചെയ്യാവോ മോനെ? അദ്വൈത് മാത്രം പ്രതികരിക്കുന്നുണ്ട് കറക്റ്റായിട്ട് പെട്ടെന്ന്. നിങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാരും ചെയ്യുന്നുണ്ട്. എന്നാലും അദ്വൈത് പ്ലീസ് അൺമ്യൂട്ടഡ്. ഞാൻ ചോദിച്ച ചോദ്യം മോന് മനസ്സിലായോ? ഈ 2x - 1 അല്ലേ നമ്മൾ ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡിൽ എഴുതിയിരിക്കുന്നത്, ലംബം എന്നുള്ള ഭാഗത്ത്. അത് അപ്പുറം ഹൈപ്പോട്ന്യൂസിലാണ് സപ്പോസ് നമ്മൾ എഴുതുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. കുഴപ്പമുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. അവർ കറക്റ്റ് ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. അപ്പൊ ഒരെണ്ണം ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തത് ലംബമാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാമല്ലോ. ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാരും. ലോങ്ങർ ആയിട്ട് എടുക്കേണ്ടത് ആഡ് ചെയ്ത് എഴുതേണ്ടത് ഹൈപ്പോട്ന്യൂസ് ആണ്. എന്റെ ക്വസ്റ്റ്യനിലുണ്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ടോ എന്ന് നോക്കി. ഒന്ന് വായിച്ചിട്ട് കണ്ടു കഴിഞ്ഞ് ഒന്ന് തംസപ്പ് ഇടണേ. ഹൈപ്പോട്ന്യൂസിന്റെ ഭാഗത്താണ് ലോങ്ങർ പോർഷൻ, അതായത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉള്ളതെന്ന് കണ്ടവര് കണ്ടല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇപ്പൊ കണ്ടോ അദ്വൈതേ? ആ, അപ്പൊ അതാണ്. അപ്പൊ കറക്റ്റ് ശ്രദ്ധിക്കുക. എവിടെയാണ് പ്ലസ് ചെയ്യേണ്ടത്, എവിടെയാണെന്ന് മൈനസ് നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്തു വെക്കും. നമ്മൾ വിചാരിക്കും ഓക്കെ ആ ക്വസ്റ്റ്യൻ എന്റെ ശരിയാണെന്ന്, പക്ഷെ തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ചെയ്തോളൂ. ഇത് നോക്കിയിട്ട് എഴുതിയെടുത്തോളൂ. എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പറയാം. ബാക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാം. ആൻമരിയ, വാട്ട് ഹാപ്പൻ? ടു ലേറ്റ്. പള്ളി പോയോ? പള്ളിയിൽ പോയേക്കുമായിരുന്നു. ശരി ശരി, ഓക്കെ. 92-ാമത്തെ പേജിലെ ക്വസ്റ്റ്യനാ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 92-ാമത്തെ പേജിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്തി. ബാക്കി എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇന്ന് തന്നെ അത് കാണണം കേട്ടോ. ആ, കാണാം. ഓക്കെ. ബേസ് എഴുതുക, ഓൾട്ടിറ്റ്യൂഡ് എഴുതുക 2x - 1, ഹൈപ്പോട്ന്യൂസ് 2x + 1. നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അതൊക്കെ എഴുതി വെച്ചോളൂ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ a - b² രൂപത്തിൽ x - y², x + y, അതായത് അതൊക്കെ ഞാൻ ഇവിടെ കറക്റ്റ് എഴുതി തന്നിട്ടുണ്ട്. അറിയില്ലെങ്കിൽ ദയവീത് അതൊക്കെ ഇനി പഠിച്ചേക്കും. നിങ്ങൾക്ക് ഒരു 90% പേർക്ക് ഇതൊക്കെ അറിയാം. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ദയവീത് ഇപ്പൊ തന്നെ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അങ്ങോട്ടുള്ള പല ക്വസ്റ്റ്യൻസിലും നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്, അടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ പഠിച്ചു വെക്കാം. ബേസ് x² ആണ്. 2x - 1². അപ്പൊ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. 1² കൂടി ഉണ്ട് കേട്ടോ. അടുത്തത് 2x + 1 ന്റെ സ്ക്വയർ. ഇത്രയും കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ബാക്കി നമുക്ക് ചെയ്യാം.
ചേച്ചി ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ മോളെ, ശരി. ഇനി എത്ര എഴുതി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാന്നറിയാമോ? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. സിംപ്ലിഫൈ ചെയ്ത അതായത് എക്സും എക്സ് സ്ക്വയറും ഉള്ളതെല്ലാം ഇടത് ഭാഗത്ത് നിർത്തുക. 1 എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് കുറച്ചും ക്യാൻസൽ ചെയ്തും ഒക്കെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ രൂപത്തിലേക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കാം. മക്കളെ, നിങ്ങൾ ഇവിടം വരെ ഫിനിഷ് ചെയ്തവരുണ്ടോ? കഴിഞ്ഞോ? ഇത്രയും ഓക്കെ ആണോ? ഞാൻ ഈ എഴുതിയിരിക്കുന്നവിടം വരെ എക്സ് സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇഫ് യു ഹാവ് ഡൗട്ട് യു ക്യാൻ ആസ്ക്. വിനയ കഴിഞ്ഞോ? ഫിനിഷ്ഡ്? കഴിഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ. അൽഫോൻസ്? അൽഫോൻസ് എഴുതി തീർന്നോ? ഫിനിഷ് ചെയ്തോ?
ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞല്ലേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം. നിങ്ങൾ എഴുതി തീർന്നെങ്കിൽ ഒന്ന് പറയാവോ? എഴുതി തീർന്നെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ഞാൻ പറയില്ല, നിങ്ങൾ എഴുതുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അൽഫോൻസിന്റെ തംസപ്പ് കണ്ടില്ലല്ലോ. അൽഫോൻസ് ക്വിറ്റ് ആയോ? Alphonse, are you there? Okay, Alphonse പോയല്ലോ. What happened to Alphonse? ഡെയ്ഷോൺ, ഡെയ്ഷോൺ ഓക്കെ ആണോ? ഓക്കെ, എന്നാ ഞാൻ ബാക്കി പറയട്ടെ മക്കളെ. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സ് സ്ക്വയർ 2x-1 സ്ക്വയർ എ സ്ക്വയർ എന്നുള്ളിടത്ത് 2x² മൈനസ് 2ab 2 ഇൻറ്റു 2x ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ ഈക്വൽ ടു 2x² പ്ലസ് 2 ഇൻറ്റു 2x പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1. ഇത്രയൊക്കെ ആണല്ലോ. ഇനി എഴുതുക. 2x² എന്ന് പറയുമ്പോൾ 4x², 2 ഇൻറ്റു 2 4, 4x ഇൻറ്റു 1 4x പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഇത്രയും കിട്ടി. ഇനി നിങ്ങൾ നോക്കുക, ഇനി ഇതിനകത്ത് നമുക്ക് എക്സ് സ്ക്വയറും എക്സും ഉള്ളത് മാത്രം ഒരു സൈഡിൽ നിർത്തുക. എങ്ങനെ അത് ചെയ്യാൻ പറ്റുക നോക്കിയേ. എക്സ് സ്ക്വയർ പ്ലസ് 4x²1 സെക്കൻഡ്. ഓക്കെ, ഇത് നോക്കുക. 4x² മൈനസ് 4x. ഇവിടെ ഒരു 4x² കിടപ്പുണ്ട് അല്ലേ? അതിനെ നേരെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. മൈനസ് 4x². ഇവിടെ ഒരു 4x ഉണ്ട്, അതിനെയും കൊണ്ടുവരാം. 4x മൈനസ് ആയി അല്ലേ? ഇനി ഇവിടെ ഒരു 1 കിടപ്പുണ്ട് അല്ലേ? ആ 1നെ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ഓൾറെഡി അവിടെ ഒരു 1 ഉണ്ട്, അതവിടെ എഴുതുക. 1 മൈനസ് 1. ഇത്ര ഓക്കെ ആണോ? ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാണ് കേട്ടോ. ശരി, വെരി ഗുഡ്. ഇനി x² ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? ഇവിടെ ഏതെങ്കിലും ഉണ്ടോ നോക്കിക്കേ. x²കൾ വേറൊന്നും കാണുന്നില്ല അല്ലേ? ഇവിടെ ഒരു 4x² മൈനസ് 4x² ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്ലസ് 4x² മൈനസ് 4x² കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാം. കൂട്ടുമ്പോ രണ്ടും കൂടി 0 ആയി പോകും. ഇനി ഇവിടെ ബാക്കി എന്തുണ്ടെന്ന് നോക്കിക്കേ. ഇവിടെ ബാക്കി എന്താ ഉള്ളത്? മൈനസ് 4x ഉണ്ട്, മൈനസ് 4x ഉണ്ട്. അതിന് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമോ? ചിലർ ഒറ്റയടിക്ക് അങ്ങനെ കളയും. അങ്ങനെ കളയരുത്. പ്ലസ് 4x² മൈനസ് 4x² ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ പ്ലസും മൈനസും ആയതുകൊണ്ട് 0 വരും. ബട്ട് ഹിയർ ഇറ്റ് ഈസ് രണ്ടും മൈനസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒന്നിൽ നിന്ന് പോയി എത്ര കിട്ടും? 0 കിട്ടും. അപ്പൊ നമ്മൾ താഴേക്ക് അടുത്ത് എഴുതുകയാണ്. x² മൈനസ് മൈനസ് 8x മൈനസ് 4x മൈനസ് 4x കൂടി കൂടുമ്പോൾ മൈനസ് 8x വരും. ഇനി ബാക്കി ഇവിടെ ഒന്നും നമുക്ക് ചേർത്ത് എഴുതാനല്ല. സോ ദാറ്റ് ഈക്വൽസ് 0 എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഇതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ അപ്ലൈ ചെയ്യാം? 8ന്റെ പകുതി എത്രയാ? 4 ആണ് അല്ലേ? അപ്പൊ 4ന്റെ സ്ക്വയർ രണ്ട് സ്ഥലത്തും ചേർത്ത് കൊടുക്കുക. 8x പ്ലസ് 4². അപ്പുറം എന്ത് ചേർത്ത് കൊടുക്കുക? 4². ഇനി ചെയ്യാവോ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാവോ? പിടിക്കാൻ പറ്റുന്നവരൊന്ന്, കണ്ടുപിടിക്കാൻ അറിയുന്നവരൊരു തംസ് അപ്പ് ഇട്ടിട്ട് ചെയ്യാവോ? എക്സിന്റെ വാല്യൂ എക്സ് കിട്ടിയ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. യു ക്യാൻ ട്രൈ ഇറ്റ്. ഐ വിൽ വെയിറ്റ്. യു ക്യാൻ ഡു ഇറ്റ്. യെസ്.
ആണോ? എന്ത് പറ്റി? മറ്റേ ഹാങ്ങായിട്ട് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ മെസ്സേജ് അടിക്കണു. ഈ മറ്റേ നോട്ടിഫിക്കേഷൻ വരുമ്പോ അവിടെ നിൽക്കുമ്പോ 3 ഡോട്ടും പിന്നെ ഹാങ് അപ്പിൽ മാത്രമേ കാണിക്കണുള്ളൂ. ആണോ? എന്ത് പറ്റി? റേഞ്ച് ഇല്ലാത്തോണ്ടാണോ? ആയിരിക്കും. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇട്ട് തരാം. നീ കാണണം കേട്ടോ. മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് നോട്ട് അയക്കണേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. ആ അപ്പൊ ആ ചെയ്ത് തന്നെ അവിടെ ഇരുന്ന് ഒന്നുകൂടി ചെയ്ത് പഠിക്കട്ടോ. ആ ഓക്കെ. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. അദ്വൈതിന് ആൻസർ കിട്ടി. എനിബഡി എൽസ്? ആർക്കെങ്കിലും വേറെ കിട്ടിയായിരുന്നോ? ഞാൻ അൽഫോൻസ് എന്തെങ്കിലും നോക്കാൻ പോയതായിരുന്നു. വേറെ ആർക്കെങ്കിലും കിട്ടിയോ? അപ്പൊ ബാക്കി കണ്ടുപിടിച്ചോളൂ അദ്വൈത്. നിനക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയാൽ ആ പിന്നെ റൈറ്റ് ട്രയാങ്കിളിന്റെ ബാക്കിയുള്ള വാല്യൂസും കൂടി കണ്ടുപിടിക്കുക. സൈഡ് എക്സിന്റെ വാല്യൂ 2x - 1 കൊടുക്കുക, എക്സിന്റെ വാല്യൂ 2x + 1 കൊടുക്കുക, 3 സൈഡ്സും കണ്ടുപിടിക്കുക. ആൽഫീനക്ക് കിട്ടിയായിരുന്നോ? ബിനയ്ക്ക് കിട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആരൊക്കെ സെൻഡ് ചെയ്ത പോലെ എക്സിന്റെ വാല്യൂ. ഓക്കെ, ഞാൻ പറയട്ടെ. നമുക്ക് വെറുതെ സമയം കളയണ്ടല്ലോ. കിട്ടുന്നില്ലെങ്കിൽ ഞാനത് ഹെൽപ്പ് ചെയ്ത് തരാം. ഡു യു വാണ്ട് മൈ ഹെൽപ്പ്? ഇഫ് യു വാണ്ട് ഇറ്റ്, പ്ലീസ് ലെറ്റ് മീ നോ ഇറ്റ്. പ്ലീസ് just give one thumbs up. I'll give you. Okay. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയോളൂ. ഇതിങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? x - 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഒരു കുഴപ്പമില്ല. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു 4 എഴുതാം. അതായത് 16. 16ന്റെ റൂട്ട് 4 തന്നെ. ദാറ്റ് ഈക്വൽ 16 എന്ന് കിട്ടും. അപ്പൊ എന്ത് എഴുതാം? x - 4 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 എന്ന് കിട്ടും. അപ്പൊ എങ്ങനെ വരിക? ഇവിടെ നോക്കൂ. ഓഫ് മൈ ഗോഡ്, സോറി. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇടാനുള്ള ശ്രമത്തിലായിരുന്നേ. ഇനി ഇവിടെ നോക്കാം. x - 4 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. സോ x ഈസ് ഈക്വൽ ടു 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ നീ -4 പോകുമ്പോൾ +4 ആവും. സോ x ഈസ് ഈക്വൽ ടു 8 ഉള്ളു. ഓക്കെ, x ഈസ് ഈക്വൽ ടു 8. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വരാം. ഇവിടെ കണ്ടോ? അപ്പൊ ബേസ് നമുക്ക് കിട്ടി. ബേസ് x തന്നെ ആയിരുന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. എത്രയാണ്? 8 എന്നുള്ളത് കിട്ടി. നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടി x. നിങ്ങൾ വൃത്തിയായിട്ട് താഴെ എഴുതിക്കോളൂ കേട്ടോ. സോ x ഈസ് ഈക്വൽ ടു, അതായത് ബേസ് സമം നമുക്ക് കിട്ടി 8 കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 2x - 1 ആണ്. അപ്പൊ എന്ത് ചെയ്യാ? 2 × 8 - 1. 2 × 8 എത്രയാ? 16. 16 - 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 15. 15 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ഇനി ഒരെണ്ണൂടെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവോ? ക്യാൻ യു ഫൈൻഡ് ഇറ്റ്? ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കണം. കർണം കണ്ടുപിടിക്കണം. ഹൈപ്പോട്ന്യൂസ് ഈസ് ഈക്വൽ ടു 2x + 1 ആണ്. ഓക്കെ, കുറെ പേര് കിട്ടിയിട്ടുണ്ട്. 2x + 1 എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് എക്സിന്റെ വാല്യൂ അപ്ലൈ ചെയ്തിട്ട്.
ഓക്കെ, ആദ്യത്തിന് കിട്ടിയിട്ടുണ്ട്, ആൻമരിയക്ക് കിട്ടി. സോ 2 into 8 plus 1 അല്ലേ, 16 plus 1 that gives 17. അപ്പൊ ഏതൊക്കെയാണ് 3 സൈഡ്സ് ഇപ്പൊ കിട്ടിയില്ലേ നമുക്ക്? ഏതൊക്കെയാണ് 3 സൈഡ്സ്? വെരി ഗുഡ്, 3 സൈഡ്സ് ഒത്തിരി പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 സൈഡ്സ് ആർ ഈക്വൽ ടു ഏതൊക്കെയാ വരിക പറഞ്ഞേ? 8, 15, 17. വെരി ഗുഡ്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലായി കിട്ടിയ ഒരു തംസപ്പ് ഇട്ടേ മക്കളെ, നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ. വെരി ഗുഡ്. അപ്പൊ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നിർത്താം. തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് യു തിങ്ക്? ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ആണെന്ന് തോന്നുന്നു അല്ലെ? തേർഡ് ആണോ? അതെ, തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ആര് വായിക്കും? അനുശ്രീക്ക് വായിക്കാവോ മോളെ? അനുശ്രീ വായിച്ചാന്ന് തോന്നുന്നല്ലേ? വായിക്കാത്തവരുണ്ടോ? ആദ്യത്തിന് വായിക്കാവോ? തേർഡ് ക്വസ്റ്റ്യൻ വായിക്കാവോ മോനെ? A pole 2.6 meter long leans against a wall. The foot of the pole is 1 meter away from the wall. When the foot of the pole was pushed a little away, the top end slid down by the same length. How much was the foot moved? ഓക്കെ, ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കിയേ. നിധിയൊക്കെ ഒന്ന് വായിക്കാം മോളെ മലയാളത്തില്, എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും മനസ്സിലാക്കാൻ. 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. കമ്പിന്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. കമ്പിന്റെ താഴത്തെ അറ്റം അല്പം മുന്നോട്ട് നീക്കിയപ്പോൾ മുകളറ്റം അത്രയും തന്നെ താഴോട്ട് നീങ്ങി. എത്ര Okay. ദൂരമാണ് മുന്നോട്ട് നീങ്ങിയത്? ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ? നമ്മൾ ഈ ഏണിയോ അല്ലെങ്കിൽ തോട്ടിയോ അതൊക്കെ നമ്മൾ ഇങ്ങനെ ചാരി വെക്കൂലേ? ചാരി വെച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു മട്ടത്രികോണത്തിന്റെ ഷേപ്പിൽ വരും. താഴെ ബേസ്, പിന്നെ നേരെ ലംബവശമായിട്ടിരിക്കുന്ന ഭിത്തി, പിന്നെ നമ്മൾ ഈ ചാരി വെച്ചിരിക്കുന്ന സാധനം അതിന്റെ ഒരു ഹൈപ്പോട്ന്യൂസ് വില വരും. നിങ്ങൾക്കത് മനസ്സിലാക്കാം, നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ശരി, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതുക, ഐ ഗീവ് യു ഹൗ ടു ഡു ഇറ്റ്. വേഗം എഴുതിക്കോളൂ. എഴുതി കഴിയുമ്പോൾ പറഞ്ഞോളൂ, ഹെൽപ്പ് ചെയ്ത് തരാം എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടത്. ബാക്കി നിങ്ങൾ ചെയ്യണം.
ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് എഴുതി കഴിയുമ്പോൾ പറയാട്ടോ. Did you complete it? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? ഞാൻ പറഞ്ഞിട്ട് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ് കേട്ടോ. ഇച്ചിരി ടാസ്ക് പിടിച്ചൊരു ക്വസ്റ്റ്യനാ, പക്ഷെ പഠിച്ചു വെച്ച 5 മാർക്ക് കഴിഞ്ഞിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട് പുറകെ കേട്ടോ. ഇവരൊക്കെ ഭയങ്കര ചേട്ടനന്യന്മാരെ പോലെയാ, ഭയങ്കര എന്താണ്, ഇവർ തമ്മിൽ ചില സ്വഭാവ സവിശേഷതകളൊക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ ലിങ്ക് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ അതിൽ കയറി ഒന്നുകൂടി കണ്ടാലും നിങ്ങൾക്ക് നഷ്ടമില്ല. അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം നമ്മളൊന്ന് ചിത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് എല്ലാവരും പുസ്തകം തുറന്നു വെച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ അനുസൃതമായിട്ട് എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ ഒരു പോൾ ചാരി വെച്ചിരിക്കുന്നതായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് എങ്ങനെയാന്നുള്ളത് നോക്കാം. ഓരോന്നായിട്ട് നോക്കാം. ശരി, ഇതാണ് നമ്മുടെ ചിത്രം കേട്ടോ. ചിത്രം ഒന്നും ഇപ്പൊ വരയ്ക്കരുത്. ഞാൻ പറയുമ്പോൾ ദയവ് ഇത് ഞാൻ പറയണത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തരും. ഡോണ്ട് വെറി. ഇവിടെ എ പോൾ 2.6 മീറ്റേഴ്സ്. ദേ മക്കളെ, ഈ ചാരി വെച്ചിരിക്കുന്ന AC എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ പോള്. ലോങ് ലീൻസ് അഗെയിൻസ്റ്റ് എ വോൾ. ലീൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെരിച്ച് ചാരി വെച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ വോൾ. AB ആണ് നമ്മുടെ വോള്. നമ്മുടെ പോള് 2.6 മീറ്റർ ഉള്ള സാധനം AC. 1 മീറ്റർ അവേ ഫ്രം ദ ബോൾ. ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഈ AB എന്ന് പറയുന്ന ബോളിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് ചാരി വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ ആണോ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളെ കണ്ട് പഠിപ്പിച്ച് എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടില്ല വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നിങ്ങൾ വെരി ഗുഡ്, മതി. അപ്പൊ 1 മീറ്റർ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രം നമുക്ക് കിട്ടി. നിങ്ങൾ ഇങ്ങ് നോക്കിക്കേ. ശരിക്കും ഇതിപ്പോ ഒരു മട്ടത്രികോണത്തിന്റെ സ്റ്റൈലിലല്ലേ ഉള്ളേ? നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പൊ അതങ്ങനെ ചാരി ഇരിക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ ഇരുന്നോട്ടെ അല്ലേ? When the foot of the pole was pushed a little away. അപ്പൊ ആരെങ്കിലും അതിൽ പോയപ്പോ അറിയാതെ കാല് തട്ടിന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യും? പുറകോട്ട് ഇങ്ങനെ നീങ്ങും. നീങ്ങി വന്നിരിക്കുന്ന ലെങ്ത് ആണ് ഇവിടെ CF എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? കുറച്ച് പുറകോട്ട് മാറുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? മുകളിൽ നിന്ന് ആ സാധനം കുറച്ച് താഴേക്ക് നീങ്ങും. ശരിയല്ലേ? ഇതൊക്കെ നമ്മുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമുക്കറിയാം. ഇതിന്റെ സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ വോളിനോട് അടുക്കും തോറും ഇതിന്റെ ഹൈറ്റ് കൂടി വരും. വോളിൽ നിന്ന് അകലും തോറും എന്ത് ചെയ്യും? പോൾ ഇതാ താഴേക്ക് നീങ്ങുക എന്ന് വെച്ചാൽ വോളിൽ നിന്ന് താഴേക്ക് വരും. അപ്പൊ ദാ E എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, the top end slide down by the same length. How much was the foot moved എന്നാണ് ചോദ്യം. how much was the foot moved? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ ചാരി വെച്ചിരിക്കുന്ന ഈ പോള് ഇങ്ങോട്ട് നീങ്ങി. ഇതേ നീങ്ങിയ ഡിസ്റ്റൻസ് തന്നെയാണ് അത് മുകളിലും നീങ്ങിയെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ X ആയിട്ട് എടുക്കാം. സോ ഇവിടെയും X, ഇവിടെയും X. ഇത് 2.6. ഓക്കെ,
അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ എ ബി സി മാത്രം. ഇവിടെ കുറെ കാര്യങ്ങൾ എഴുതി, ഇതൊന്നും കണ്ടിട്ട് ഞെട്ടണ്ട. ഇതെല്ലാം ഫുൾ ലെങ്ത്തിൽ എല്ലാ സ്റ്റെപ്സും ഞാൻ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ ആദ്യത്തെ ചിത്രം മാത്രം നോക്കുക. നമ്മൾ പരിഗണിക്കുന്നത് എ ബി സി എന്ന് പറയുന്നത് ഈ മട്ടത്രികോണാണ് കേട്ടോ. ഇത് കണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഇത് 1 മീറ്റർ ആണെന്ന് അറിയാം. ഇത് 2.6 മീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഈ സൈഡ് കണ്ടുപിടിക്കാൻ പോവാ കേട്ടോ. വോളിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ പോവാ. വോളിന്റെ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം പാദം സ്ക്വയർ പ്ലസ് എന്താണ് ലംബം സ്ക്വയർ എ ബി. ഇത് ലംബം സ്ക്വയറും അതുപോലെ തന്നെ ബി സി പാദം സ്ക്വയറും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കർണം സ്ക്വയർ കിട്ടും. അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ ബിയുടെ ലെങ്ത് അറിയത്തില്ല. സോ എ ബി ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. ഇതിവിടെ എഴുതിയിരിക്കുന്ന ഈ സംഗതി ഇത്രയും മനസ്സിലായെന്നൊന്ന് പറഞ്ഞേ. മനസ്സിലായില്ലേ? ശരി. അപ്പൊ ഞാൻ ബാക്കി പറയാണ് കേട്ടോ, നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ നമ്മള് 2.6 ആണ് എ സി, അതുകൊണ്ട് 2.6 സ്ക്വയർ കൊടുക്കുക. മൈനസ് ബി സി എന്ന് പറയുന്നത് 1 ആണ്, സോ 1 സ്ക്വയർ കൊടുത്തു. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം 2.6ന്റെ സ്ക്വയർ ഒക്കെ ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലെ? അതൊന്നും ഒരു ബുദ്ധിമുട്ടും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? 26ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 26ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 676 ആണ്. ഒന്നെങ്കിൽ 26 ഗുണിക്കണം 26 ചെയ്യാം, അല്ലെങ്കിൽ മിടുക്കര് പിള്ളേർ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളെ പോലെയുള്ള മിടുക്കര് കുട്ടികൾ ഒരു 30ന്റെ വരെ അങ്ങ് സ്ക്വയർ അങ്ങ് പഠിച്ചു വെക്കും. പഠിച്ചു വെച്ചാൽ ഇത് ടപ്പേന്ന് എഴുതി നമുക്ക് സമയം ലാഭിക്കും. ഇല്ലെങ്കിൽ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും. അപ്പം ഇവിടെ നോക്കുക. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് 2.6 സ്ക്വയർ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2.6 ഇൻറ്റു 2.6 എന്നല്ല എഴുതുക. അപ്പൊ ഇതിനകത്ത് 2 ഡെസിമൽ ഡിജിറ്റ്സ് ഇല്ലേ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് 2 പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 672 എഴുതിയിട്ട് 2 സ്ഥാനം എടുത്തോട്ട് മാറ്റി കുത്തിട്ടാ മതി. പരിപാടി കഴിഞ്ഞു. 2.6ന്റെയോ 2.4ന്റെ ഏതിന്റെ വേണേലും ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം 2.6ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച എങ്ങനെയാന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി. വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണ് ഇതാ ഇവിടെ 6.7 സോറി 7.2 അല്ല 7.6 ആണ് കേട്ടോ. 6 അല്ലേ വരത്തുള്ളൂ. ഓക്കെ. മൈനസ് 1 കൊടുത്തു. അപ്പൊ 6.7 ആയി. ഇനിയിപ്പോ ചിലർക്കുള്ള പ്രശ്നം എന്താ അറിയാം? ഇത് കുറയ്ക്കാൻ അറിയത്തില്ല. 6.76 കുറയ്ക്കണം 1. എവിടെ എഴുതും 1? ചിലർ ഇവിടെ കൊണ്ട് എഴുതും. ഇവിടെ കൊണ്ട് എഴുതരുത്. 1 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യയാണ്. പൂർണ്ണസംഖ്യ കഴിഞ്ഞിട്ട് ഇവിടെയുള്ള സാധനം 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 1.22 നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. 1 മാത്രമല്ല 1 ഇട്ടിട്ട് എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കുക. 6 വരും, 7 വരും, 6ൽ നിന്ന് 1 പോയി കഴിയുമ്പോൾ 5 വരും. 5.76 കണ്ടോ? അപ്പൊ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 5.76 കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? എ ബി ആണ്. അപ്പൊ നമ്മൾ ഈ സ്ക്വയർ ഇപ്പുറത്തേക്ക് കളയും. അപ്പൊ റൂട്ട് ആവും 5.76. അപ്പൊ നമുക്കറിയാം ഇതിനാണ് ഞാൻ ഈ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞത്. 576ന് റൂട്ട് ഉണ്ട് മക്കളെ. അത് 24 ആണ്. അപ്പൊ 5.76 എന്ന് പറഞ്ഞാൽ റൂട്ട് ആയതുകൊണ്ട് ഒറ്റ സ്ഥാനം. സ്ക്വയറിൽ 2 സ്ഥാനം ഉണ്ടെങ്കിൽ റൂട്ടിലേക്ക് വരുമ്പോൾ ഒറ്റ സ്ഥാനം മാറ്റുക. 2.4. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ശ്രദ്ധിച്ചോണേ. നമുക്ക് എ ബി എന്ന് പറയുന്നത് എത്ര കിട്ടി മക്കളെ? 2.4 കിട്ടി. കിട്ടിയോ? ഇത്രയും മനസ്സിലായോ? എ ബി എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് 2.4 മീറ്റർ എന്ന് കിട്ടി. അത്ര എഴുതിയെടുക്കൂ. അതിനുശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അത്ര എഴുതിയെടുക്കൂ പ്ലീസ്. എഴുതിയെടുത്ത് കഴിയുമ്പോ പറയൂ കേട്ടോ. വൃത്തിയായിട്ട് എ ബിയുടെ ലെങ്ത് വരെ എഴുതുക. എഴുതി കഴിയുന്നവർ തംസപ്പ് ഇടുക. എന്നിട്ട് ബാക്കിയുള്ളവർ നോക്കിക്കോളൂ. അടുത്ത സ്റ്റെപ്പ് എന്താന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചോളൂ.
Okay, did you complete it? Okay. സോ ഇത്രയും ഓക്കെ ആയില്ലേ? നമുക്ക് എ ബി എന്താന്നൊക്കെ കിട്ടി. അപ്പൊ നമുക്കത് മനസ്സിലായി 2.4 മീറ്റർ ഒക്കെയാണ്. വെരി ഗുഡ്. അതൊക്കെ നല്ല കാര്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ട്രയാങ്കിൾ നിങ്ങൾ കണ്ടോ? ഈ പോൾ ഇങ്ങനെ താഴേക്ക് ചാരി വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ട്രയാങ്കിൾ അല്ലേ ബി ഇ എഫ്. അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ബി ഇ എഫിനെ ഉണ്ടല്ലോ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കേ, ഇവിടെ ഇത്രയും ഉണ്ടായിരുന്നത് 1 ആണ്, ഇത്രയും എക്സ് ആണ്. അപ്പൊ ബി എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് 1 എന്ന് എഴുതത്തില്ലേ? ഓക്കെ ആണോ? ഇനി നോക്ക്, മൊത്തം ബി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? നമ്മളിപ്പോ കണ്ടുപിടിച്ചായിരുന്നു 2.4 ആണ്. അതിൽ നിന്ന് ഇതിങ്ങനെ താഴേക്ക് വന്നോണ്ട് ഇത്രയും ഭാഗം നമ്മൾ മൈനസ് ചെയ്ത് കളയണ്ടേ? അതുകൊണ്ട് 2.4 മൈനസ് എക്സ് എന്ന് എഴുതി. അതാണ് ബി. ഇനി നമ്മുടെ പോളിന്റെ ലെങ്ത്തിന് വ്യത്യാസമൊന്നുമില്ല. അത് നേരെ കുത്തനെ ഇരുന്നാലും താഴേക്ക് ചെരിഞ്ഞു പോന്നാലും ഒക്കെ പോളിന്റെ ലെങ്ത് 2.6 തന്നെയല്ലേ? അത് അങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അറിയാം പൈതഗോറസ് തിയറം അനുസരിച്ച് പാദം സ്ക്വയർ അല്ലേ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബി എഫ് സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ എഫ് സ്ക്വയർ. അപ്പൊ ശ്രദ്ധിച്ച് നമ്മൾ ഈ പാദം എന്നുള്ള സ്ഥലത്ത് എന്താ എക്സ് പ്ലസ് 1 ആണുള്ളത്. സോ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ കൊടുത്തു. പ്ലസ് ലംബം എന്നുള്ള സ്ഥാനത്ത് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 2.4 മൈനസ് എക്സ് സ്ക്വയർ കൊടുത്തു. ഇ എഫ് എന്താണ്? നമ്മുടെ പോളിന്റെ ലെങ്ത് ആണ്, അതിന്റെ സ്ക്വയർ കൊടുത്തു. അത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ് ഓരോന്നും എഴുതിയിരിക്കുന്നത്. നോക്കൂ, ദാ ഇത്രയും പ്ലസ് ഇനി ഇതിന്റെ എക്സ്പാൻഷൻ ഇത്രയും കൊടുത്തിരിക്കുന്നു. ഈക്വൽ ടു 2.6ന്റെ സ്ക്വയർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം 6.76 ആണ്. ഇനി അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് ഇവിടെ എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാൻ എഴുതേണ്ട ആവശ്യമില്ല. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇതാണ്, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇതാണ്. ഇത് രണ്ടും ചെയ്യാൻ എളുപ്പത്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചെയ്ത് വരാവോ? ഇത്രയും ചെയ്തിട്ട് ഇവിടെ നോക്കുക, ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് എഴുതി ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ ബാക്കി എഴുതരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇവിടെ വരെ എഴുതാവോ? കുഡ് യു പ്ലീസ് കംപ്ലീറ്റ് ടിൽ ഹിയർ ഇഫ് യു അണ്ടർസ്റ്റാൻഡ്. എന്താണ് ചെയ്തതെന്ന് മനസ്സിലായെങ്കിൽ വെരി ഗുഡ്. അത്രയും എഴുതൂ. അതിന് ശേഷം പറയൂ കേട്ടോ, ബാക്കി പറഞ്ഞു. ദൈവത്തിന് അറിയാൻ പറയാറുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞിട്ട് സൂര്യാസ്തമിച്ചിനും ഒരു 1, 2, 3 തീയതിക്കുള്ളിൽ വായിക്കുന്ന വരത്തില്ല. അതുകൊണ്ട് ഞാൻ 22 ഒരുപാട് പക്ഷെ ആദ്യമാണ് ഞാൻ പറഞ്ഞ ദിവസം അതാണ് ഞാൻ അടയ്ക്കുന്ന ക്ലാസ്സിലുള്ളതാണ്.
ഗുഡ് മോർണിംഗ് ബിന്ദു ചേച്ചി. മോർണിംഗ്. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? മനസ്സിലോർത്തു അല്ലേ? പനിയായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പനി ആണോ? അയ്യോടാ, രണ്ടുപേർക്കുണ്ടോ? രജിസ്റ്ററായിരുന്നു ആദ്യം പിടിച്ചത് ആ. പനി. അത് കുറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങ് കിട്ടി. പനി വന്നാ ഭയങ്കര ക്ഷീണവും ചങ്കിന് വിഷമവും ഒക്കെ എല്ലാവർക്കും. ക്ഷീണത്തെക്കാളും കൂടുതൽ ചുമയാണ്. ചുമ അതെല്ലേ? ഓക്കെ ഓക്കെ. മരുന്ന് മേടിച്ചോ? പനിയല്ല, ഭയങ്കര ശരീരവേദനയാണ് നമുക്ക്. ആ, അതെ അതെ. മരുന്ന് മേടിച്ചോ എന്നിട്ട്? പനിയാണെന്നാണ്. എവിടുന്നാ മരുന്ന് മേടിച്ചേ? മരുന്ന് എവിടെ പോയി മേടിച്ചോ? ഇവിടെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് മരുന്നൊക്കെ മേടിച്ചപ്പം കുറഞ്ഞു. പനി അങ്ങനെ കാര്യമായിട്ടില്ല. പക്ഷേ ഈ ശരീരവേദന ഭയങ്കര ക്ഷീണവും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. ആ, അതെ, എല്ലാരും പറഞ്ഞു ക്ഷീണം അത്രയ്ക്ക് കൂടുതലാ. ഭയങ്കര വേദന. 2-3 ദിവസം നന്നായിട്ട് കിടന്നു. ആണല്ലേ? ഓക്കെ. കുറവായി. ആ, ചുമയുണ്ട്. ശരി. നടക്കുന്നുണ്ടോ? ഇന്ന് ചേച്ചിയുടെ ഉണ്ടെങ്കിൽ പനിയാണെങ്കിൽ എന്താ കുറയട്ടെ, അല്ലെങ്കിൽ പാടല്ലേ ഇരിക്കാനും ചെയ്യാനും ഒക്കെ. എനിക്ക് വലിയ പേടിയായി. ഇപ്പോഴത്തെ പനി അത് ശരിയാ. നിങ്ങൾക്ക് വരാതെ എനിക്കതാ പേടി. ശരി ശരി. കുറഞ്ഞു. എന്തോ ഒരു കാര്യം ചെയ്യാം, തിങ്കളാഴ്ച വരാം. ആ, ആയിക്കോട്ടെ. അപ്പൊ 2 ദിവസം കൂടി കഴിയുമല്ലോ, അപ്പൊ കുറച്ചും കൂടി ഒരു ബെറ്റർ ആവുമല്ലോ. അപ്പൊ തിങ്കളാഴ്ച വരാം കേട്ടോ. ജെയിംസ് സാർ സുഖായിരിക്കുന്നോ? എന്തോ? ജെയിംസ് സാറ് സുഖായിരിക്കുന്നോന്ന്? ആ, സുഖമായിട്ടിരിക്കുന്നു. ആണല്ലേ? പോയായിരുന്നോ? എല്ലാം പോയിപ്പോയേ. അത് ഒരു 2 ആഴ്ചയായിട്ട് പുള്ളി കഴിച്ചില്ല. ആണോ? ആഹാ. അല്ല, അങ്ങനെ ഒരു 10-15 കഴിച്ചില്ല. അല്ലാതെ പിന്നെ ഞങ്ങൾക്ക് കൊണ്ടാനൊരു ആ, ഇല്ലാതായി. ശരി ശരി ശരി. ആ, അങ്ങനെ പോട്ടെ, കഴിച്ചു. അങ്ങനെ പോട്ടെ. അങ്ങനെ പോയോ? പക്ഷെ ഇവരാൻ കഴിച്ചു. ആണല്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പിള്ളേര് രണ്ടുപേരും ഇവിടെ നിലക്കത്ത് ഒരാഴ്ച നിന്നതായിരുന്നു കൊണ്ടുപോകാൻ ചെയ്യാം. പക്ഷെ അന്നേരം എല്ലാം ആർക്കറിയാ. ആ, നോക്കാം. എന്നാ ആയിക്കോട്ടെ കേട്ടോ. ഞാനേ എങ്ങനെ പോകുന്നു നോക്കാം എന്നിട്ട്. അതെ അതെ, ആയിക്കോട്ടെ ചേച്ചി. ഞാനേ ക്ലാസ് എടുത്തോണ്ടിരിക്കും, അതിന്റെ ഇടയ്ക്ക് മ്യൂട്ട് ആക്കിയിട്ട് ഓൺലൈനിൽ കേട്ടോ. ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് വിളിച്ച് പിന്നെ വിളിക്കാം കേട്ടോ ചേച്ചി. ഓക്കെ, അപ്പൊ തിങ്കളാഴ്ച വന്നേക്കാം. ശരി ശരി. ഓക്കെ ഓക്കെ. ഡിഡ് ഓൾ ഓഫ് യു കംപ്ലീറ്റ് ഇറ്റ്? 5.76 വരെ കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. ഇനി മക്കളിങ്ങ് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ എന്തൊക്കെയാ ചേഞ്ച് സംഭവിച്ചിരുന്നത്? ഏതാണ്ടൊക്കെ കുറഞ്ഞു പോയി, ഏതാണ്ടൊക്കെ കാണുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ. 2x² അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെയോ നോക്കൂ, 2x ഉണ്ട്, 4.8x ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? 4.86x നിന്ന് 2x കുറച്ചു കളഞ്ഞു അല്ലേ? അപ്പൊ എത്ര കിട്ടി? 2.86. അതായത് ഇതിനകത്ത് നിന്ന് ഇത് വ്യത്യാസം കണ്ടു, അതിന് ഡിഫറൻസ് കണ്ടു, വലുതിന്റെ സൈനായി മൈനസ് കൊടുത്തു. സമം ഇവിടെ നോക്കൂ, 6.76 നിന്ന് എത്ര കുറച്ചു? 1 കുറച്ചു. 1 കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 5.76 കിട്ടും. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു 5.76 ഉണ്ട്. ഈ 5.76 കൂടി കുറയ്ക്കുമ്പോ ഈ ഭാഗം എന്തായി പൊക്കോളും? 0 ആയി പൊക്കോളും. ഇനി നോക്കൂ, 2x² മൈനസ് 2.8x ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ എഴുതി വെച്ചാലും മതി. ഇനി നിങ്ങൾ കണ്ടോ, ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യണേ എന്തിനും, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2.8 ഒക്കെ ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കാരണം നമ്മുടെ ഇക്വേഷൻ ചെറുതായി കിട്ടാൻ. അപ്പൊ ഇവിടെ ഈ 2 ഉണ്ട്, ഈ രണ്ടും കൂടി കട്ട് ചെയ്യാം അല്ലേ? ഈ രണ്ടും കൂടി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇച്ചിരി വലുതാക്കി തരാം. കണ്ടോ? 2ഉം 2ഉം കൂടി നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അപ്പൊ ഈ രണ്ടും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് x² ആയി. മൈനസ് 2.4ന്റെ പകുതി എത്രയാണ്? പകുതി നമ്മൾ കാണുമ്പോൾ 1.4 വരും കട്ട് ചെയ്യുമ്പോൾ. സോ 1.4x 0 എന്ന് കിട്ടും. ഇനി കണ്ടോ, ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ 0.4 എന്ന് കണ്ടിട്ട് മക്കൾ ഞെട്ടണ്ട. 14 ആയിരുന്നെങ്കിൽ അതിന്റെ പകുതി നിങ്ങൾ എത്ര എഴുതും? 14ന്റെ പകുതി എത്രയാ? 7 അല്ലേ? അപ്പൊ 1.4ന്റെ പകുതി എഴുതാൻ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? 0.7 കൊടുത്താൽ മതി. അതുകൊണ്ടാണ് 0.7ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. 0യുടെ കൂടെ ആഡ് ചെയ്തു. ഇവിടെ ഒരു 0 ഉണ്ട് കേട്ടോ. ഈ 0 ഇവിടെ ഉണ്ട്, 0യുടെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x² റൂട്ട് എക്സ് 0.7 എന്ന് പറഞ്ഞാൽ 0.49 എന്ന് വരും. അത് 0.7 സ്ക്വയർ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. x മൈനസ് 0.7 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.7ന്റെ സ്ക്വയർ 0.49 എന്ന് വരും. ഇനി നമുക്കറിയാം ഇവിടെ ഇപ്പൊ 2 സ്ഥലത്ത് റൂട്ട് ആയിട്ടിരിക്കുന്ന, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ. നോ നീഡ് ഓഫ് ദിസ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? എക്സ് മൈനസ് 0.7 ഈസ് ഈക്വൽ ടു റൂട്ട് എന്ന് കിട്ടും. ഇവിടെ ഇങ്ങനെ എഴുതിയാൽ മതി. എക്സ് മൈനസ്
0.7 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.49. റൂട്ട് ഓഫ് 0.49 എന്ന് പറഞ്ഞാൽ 0.7 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള -0.7 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 0.7നോട് 7 കൂട്ടുമ്പോൾ 1.4 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ നീങ്ങിയ സ്ഥലം. എത്രയാന്ന് ചോദിച്ചായിരുന്നു. അത് എത്രയാണ്? ദാ എക്സ്. ഈ സംഗതി എത്ര മാത്രമാണ് ഇത് ഇങ്ങോട്ട് നീങ്ങിയത്? എവേ. എത്ര എവയാണ്? 1.4 മീറ്റർ. മനസ്സിലായോ? ഇതിനകത്ത് വേറൊന്നുമില്ല. ഒരു പോയിന്റ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കേസ് കേട്ടോ ഇതിനകത്തില്ല. മനസ്സിലായില്ലെങ്കിൽ ഇനി ചോദിച്ചാൽ ഇനിയും പറഞ്ഞുതരാം. മനസ്സിലായെങ്കിൽ മക്കൾ നന്നായിട്ട് എഴുതിയെടുത്തോളൂ. എന്റെ ഡൗട്ട്സ് എഴുതിയെടുക്കുമ്പോൾ വരുന്നുണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. എഴുതിയെടുക്കൂ. എഴുതിയെടുത്ത് കഴിയുമ്പോൾ പറയാം. ഇച്ചിരി സൂം ചെയ്ത് തരാം. ചെറുതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഫോണിലല്ലേ കാണുന്നത് ഇപ്പൊ. ഓക്കെ, എഴുതിക്കോളൂ. വൃത്തിയായിട്ട് എല്ലാ സ്റ്റെപ്സും എഴുതി ചെയ്യാം കേട്ടോ. എന്നിട്ട് നാളെ വരുമ്പോൾ, നാളെ അല്ല ഇനി എന്താണോ നമ്മൾ ഓഫ്ലൈനിൽ നേരിട്ട് കാണുന്ന അന്നേരം അപ് ടു 30 വരെ, 30യുടെ വരെ സ്ക്വയർ, ദാറ്റ് ഈസ് 1 to 30 നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്വയർ പഠിച്ചുകൊണ്ട് വരും. എല്ലാവരും പഠിച്ചുകൊണ്ട് വരണം. സ്ക്വയർ 30യുടെ സ്ക്വയർ 900, അതുവരെ പഠിച്ചുകൊണ്ട് വരണം. ഒരു എക്സ്ക്യൂസും ഇല്ല, എല്ലാവരും പഠിച്ചിട്ട് വരണം. എന്നാലാണ് ഈ 576 ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്ത് കഴിയുമ്പോൾ പറയൂ കേട്ടോ.
Okay, did you complete it? Okay, മനസ്സിലായോ ശരിക്കും? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായി. Okay, so shall we wind up it? Okay. Okay, then bye bye. അപ്പൊ നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ. Okay, bye. Bye bye. Okay.